ഈ മേളങ്ങൾ നിർത്തണം, ഈ ചെണ്ടമേളങ്ങൾ നിർത്തണം. പ്ലീസ് വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം. ഈ മേളം നടത്താൻ പറയണം. മേളം നിർത്തണം. ഇനി ഇവിടുന്ന് അനുവദിക്കാതെ മേളം തുടങ്ങരുത്. നിങ്ങൾ എല്ലാവരോട് ഒത്തിരി നന്ദി, നന്ദി. വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം അക്ഷരബന്ധിയെ പാലിക്കണം. നമുക്ക് ദൈവം ഇത്രയും സൗകര്യം തന്നു. പരിശുദ്ധ പിതാവ് എല്ലാവർക്കും മുഖം കൊടുക്കുന്നു, എത്താവുന്നിടത്തോളം കൈ കൊടുക്കുന്നു. ആന നിൽക്കുന്നത് നോക്കിക്കുക. അത് മിണ്ടാപ്രാണിയാണെങ്കിലും വളരെ ശാന്തമായിട്ടല്ലേ നിൽക്കുന്നത് നോക്കിക്കുക. ആന ഉത്തരവാദിത്തപ്പെട്ടവരെ ശ്രദ്ധിക്കണം. മൂന്നിലൊന്ന് ആളുകൾ പോലും വന്നിട്ടില്ല. അറിയിച്ച മൂന്നിലൊന്ന് അവര് വന്നിട്ടില്ല. വളരെ വേഗത്തിൽ കടന്നു പറഞ്ഞു. അവിടെ വളം ചെയ്ത് വളരെ വേഗത്തിൽ കടത്തി വിട്ടേ. വളരെ വേഗത്തിൽ കൂടുതൽ വളം ചെയ്ത് വേണ്ട. അവിടെ തടസ്സമാണ്. ആളുകൾ കടന്നുപോട്ടെ. ഒരു സൈഡിലേക്ക് രണ്ടുപേരും വളരെ വേഗം കടന്നു പോകണം. വളരെ വേഗത്തിൽ കടന്നു പോകണം. ഇവിടെ നിൽക്കുവാനായിട്ട് അനുവാദമില്ല. വളരെ വേഗത്തിൽ കടന്നു പോകണം. ഇവിടെ പ്രോഗ്രാമിന് രംഗപൂജയ്ക്ക് പ്രോഗ്രാം എടുക്കുന്നവരെ വളരെ വേഗത്തിൽ ഈ മിനി സ്റ്റേജിലേക്ക് കടന്നു വരണം. രംഗപൂജയ്ക്ക് വേണ്ടി ഇവിടെ പ്രോഗ്രാം തന്നിട്ടുള്ള MJSSന്റെ ആ വിദ്യാർത്ഥികള് ഇവിടെ തുടങ്ങണം. റെഡിയാണോ? അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പത്രികയ്ക്ക് സ്വാഗതം ദിവസമുണ്ട്. മലങ്കര സന്ദർശനത്തിന്റെ പ്രോഗ്രാംസ് പരിപാടി ആരംഭിക്കണം. ആദ്യ സന്ദർഭങ്ങളിൽ അതിന്റെ പ്രോഗ്രാംസ് ആരംഭിച്ചപ്പോൾ ഇവിടെ നിന്ന് കുറെ പ്രോഗ്രാംസ് കൊടുത്തിരുന്നു. ഇവിടെ നിന്ന് വരുന്ന പ്രോഗ്രാംസ് എല്ലാം വായിച്ച് ബോധ്യപ്പെട്ട ശേഷം പരിശുദ്ധ ഭാവത്തിൽ ഒരു മെയിൽ തിരിച്ചയച്ചു. അതില് രണ്ട് കാര്യങ്ങളാണ്, പ്രോഗ്രാമിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ ഭാവത്തിലേക്ക് സഭ ആവശ്യപ്പെട്ടത്. ഒന്ന്, എനിക്ക് സൺഡേ സ്കൂളിലെ കുട്ടികളെ കാണണം, അവരുടെ അധ്യാപകരെ കാണണം, അവരോട് സംസാരിക്കണം. രണ്ടാമത് പരിശുദ്ധ ഭാവത്തിലേക്ക് സഭ പറഞ്ഞത് നമ്മുടെ സഭയുടെ ഭാവി അവരുടെ കയ്യിലാണ്. യങ്സ്റ്റേഴ്സ് എല്ലാ അർത്ഥത്തിലും ആത്മീയമായും സഭയുടെ വിശ്വാസത്തിലും ആചാരങ്ങൾ ചേർന്ന് കേട്ടുള്ളവരാണ്. അവരോട് എനിക്ക് സമ്പാദിക്കണം. അതുപോലെ തന്നെ വനിതാ സമാജം, അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഭക്തസംഘടനകളെല്ലാം വിശ്വാസ സംരക്ഷണ സമിതി അടക്കമുള്ള എല്ലാ ഭക്തസംഘടനകളും ഒരുമിച്ച് കാണുന്നത് ആഗ്രഹം. പക്ഷേ ബാബ ആഗ്രഹിച്ചത് ഒരു 10, 500, 1000 പേരിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചെല്ലാം, അവരെയൊക്കെ കൈകൊത്തിക്കാം, അവരോടൊക്കെ വെള്ളാമെന്നൊക്കെ ബാബ ഓർത്തു. പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. ഇവിടെ 10,000-കണക്കിന് കുട്ടികളും മാതാപിതാക്കന്മാരും അധ്യാപകരും യുവാക്കന്മാരും വിദ്യാർത്ഥികളോട് അനുബന്ധിക്കുന്നത് യഹോവയായ സഭയുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയിൽ വിളിച്ചറിയിക്കുന്നതാണ്. അനുഗ്രഹീതമായ ഒരു കുടിവരവാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾക്കൊക്കെ സാധാരണ കൂടെ എനിക്ക് തളർന്നു വീഴും. പക്ഷേ പത്രയിൽ പുരുഷ പത്രികയിപ്പോഴും തന്റെ ജനത്തെ കാണുവാനും അവർ വെളിയിലായിരിക്കുവാനും അവരെ ഒന്ന് തൊടുവാനും അവരെ അനുഗ്രഹിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരുടെ മധ്യയായിരിക്കുവാനുമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ശാരീരികമായ ചില പ്രശ്നങ്ങളോട് നിങ്ങൾക്കറിയാം. ഇവിടെ വന്നതിന്
തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നമ്മുടെ പ്രോഗ്രാംസിന്റെ ബാഹുല്യവും ഇവിടുത്തെ പെട്ടെന്നുള്ള കാലാവസ്ഥയുടെ വ്യതിയാനവും പരിശുദ്ധ പാത്രീയരുടെ ശരീരബദ്ധവുമായിട്ട് പൂർണ്ണമായിട്ട് പ്രാധാന്യം പ്രാപിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഉറങ്ങാതെയും ശരിയായിട്ട് ഭക്ഷണം കഴിക്കാതെയും ശരീരത്തിന് വിശ്രമം കൊടുക്കാതെയും മറ്റ് യാതൊന്നിനും പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും പരിഗണന കൊടുക്കാതെ തന്റെ പ്രിയപ്പെട്ട ജനത്തെ കാണുവാൻ, അവരുടെ കൂടെയായിരിക്കുവാൻ, അവരോട് സമ്പാദിക്കുവാൻ, അവരോട് കൽപ്പിക്കുവാൻ, അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുവാൻ ബാബായുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതായ സ്നേഹം എല്ലാവരോടുമായി എല്ലാ ഭാവത്തിലും എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിക്കുവാനുള്ള വലിയ മനസ്സോടുകൂടിയാണ് പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെ ഇടയനും പരിശുദ്ധ പിതാവുമായ പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമി പരിശുദ്ധ സിംഹാസനത്തിൽ ആരോഹനായിരിക്കുന്ന ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ 123ാമത് പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് തന്റെ ശ്രീഭാവം കൊണ്ട് ഈ ജനത്തെ മുഴുവനും ആശീർവദിച്ച് അനുഗ്രഹിച്ച് അവരുടെ സ്നേഹത്തിനും അവരുടെ കരുതലിനും അവരുടെ കഷ്ടപ്പാടിനും അവരുടെ വിശ്വാസ പൈതൃകത്തിനും ദൈവത്തിനത്തിൽ നന്ദി കരയറ്റിക്കൊണ്ട് ഈ പരിശുദ്ധ സഭയെ അനുഗ്രഹകരമായി പ്രാദേശികമായി നയിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ അനുഗ്രഹകരമായ നേതൃത്വത്തിന്റെ എല്ലാ വിധത്തിലുമുള്ളതായ ബാഹ്യപ്രകടനമാണ് യഥാർത്ഥത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ 20% പോലും റാലി ഈ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഓർഗനൈസേഴ്സ് പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ അസോസിയേഷൻ ഈ യോഗം എങ്ങനെ ക്രമീകരിക്കുവാൻ ധാരാളം കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട്. അഭിമന്യ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ അപ്രേം തിരുമേനിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാബായ ഉപദേശം സ്വീകരിച്ച് സൺഡേ സ്കൂളിന്റെ സെൻട്രൽ കമ്മിറ്റി പല പ്രാവശ്യം കൂടി സർക്കുലറിലിടക്കി 25,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെയാണ് പുത്തൻകുരിശിൽ ഇറക്കിയിരിക്കുന്നത്. അത് കണ്ടനാട്, കൊച്ചി, അങ്കമാലി, ഭദ്രാസനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം അഖിലവലങ്കര അടിസ്ഥാനത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ അതിനുള്ളതായ ക്രമീകരണങ്ങൾ വളരെയായിരിക്കണം. ഈ പട്ടണം മുഴുവൻ ശബ്ദമായി പോയത് ട്രാഫിക് എല്ലാം ജാംഡാണ്. അങ്ങനെയുള്ള അല്പം ബുദ്ധിമുട്ടുകൾ പൊതുജനത്തിനുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും പരിശുദ്ധ പിതാവിനെ സംഘടനാപരമായി ആത്മീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒന്ന് ഒരുമിച്ച് കാണുവാൻ, ഒരു നോക്ക് കാണുവാൻ, ആശീർവാദം വാങ്ങിക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു. പരിശുദ്ധ പിതാവെ, അങ്ങ് കാണിക്കുന്നതായ സ്നേഹം, അവിടുത്തെ കരുതൽ ഞങ്ങളുടെ സന്തതി പരമ്പരകളുള്ള ഒരു കാലം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുകയില്ല എന്നുള്ള സത്യം വീണ്ടും പുതുക്കുന്ന അനുഭവമാണ്. പരിശുദ്ധ പിതാവ് കൂടി വരുന്ന ഓരോ സന്ദർഭങ്ങളിലും എവിടെ പോയാലും അവിടെയെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ വിശ്വാസ സമൂഹത്തിന് മധ്യേ അക്രൈസ്തവരായ സഹോദരങ്ങളും ഇതിലെ സഭകളിൽപ്പെട്ടവരും ആദരവോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടി പരിശുദ്ധ പിതാവിനെ സ്വീകരിക്കുമ്പോൾ സഭകളുടെ മാതാവായി അറിയപ്പെടുന്നതായ ഗോപായ സുറിയാനി സഭയ്ക്ക് ഈ രാജ്യത്ത്, കേരളദേശത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതും എത്രമാത്രം അംഗീകാരമുണ്ട് എന്നുള്ളതും എത്രമാത്രം ജനപിന്തുണയുണ്ട് എന്നുള്ളതും ഈ സമൂഹത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കുന്നതിന്റെ അനുഗ്രഹീതമായ അടയാളമാണ് പരിശുദ്ധ ബാബായുടെ സന്ദർശനത്തിലൂടെ കേരളത്തിലാകമാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ക്രമീകരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ശ്രേഷ്ഠപിതാവായ തിരുമേനിയെയും പരിശുദ്ധ സഭയിലെ എല്ലാ അഭിമതരായ പിതാക്കന്മാരെയും സഭയിലെ മാനേജിംഗ് കമ്മിറ്റി, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി തുടങ്ങിയുള്ള ഔദ്യോഗിക സമിതികളുടെ എല്ലാം സമയോചിതമായ ഇടപെടലും കാതോലിക്കയുടെ അനുഗ്രഹകരമായ നേതൃത്വത്തിലുള്ളതായ ചിന്തകളും ഇടപെടലുകളുമാണ് അനുഗ്രഹകരമായി ഈ കൂടിവരവ് നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 7-ാം തീയതി പുത്തൻകുരിശ് വന്നിറങ്ങിയ നാൾ മുതൽ ഈ സമയം വരെയും 2 മണിക്കൂർ പോലും തികച്ചുറങ്ങുവാനായിട്ട് പരിശുദ്ധ പിതാവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. നമുക്ക് സാധിക്കുമോ അങ്ങനെ ആളുകളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുവാനുള്ളതായ മനസ്സുള്ള ഒരു ഇടയന്മാരുടെ ഇടയനും പിതാക്കന്മാരുടെ പിതാവുമായ ഒരു പരിശുദ്ധ പിതാവിനെയാണ് യാക്കോബായ സുറിയാനി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സുറിയാനി സഭയുടെ മഹാഭാഗ്യമാണ്
പിതാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ പത്രികയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അനാരോഗ്യവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് പരിശുദ്ധ പത്രിക സഭ പല സന്ദർഭങ്ങളിലും ആവശ്യപ്പെട്ടു. കാതോലിക്ക ബാവ ഇത്രയും പ്രോഗ്രാമുകൾ